ശ്രീ ജോർജ് ജോസഫ്, ഇതിങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ ആരും അത്ര പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ചില കോണുകളിൽ നിന്നൊക്കെ സംശയം ഉയർന്നു വന്നിരുന്നു ഇന്നലെയൊക്കെ തന്നെ. എങ്കിൽ പോലും ഇത്തരത്തിലേക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത്, അതായത് ആനയുടെ പേരിൽ ഒരു മരണത്തെ അടിച്ചേൽപ്പിക്കുക. ഇപ്പൊ വന്യമൃഗ ആക്രമണത്തിൽ നമ്മുടെ നാട്ടിൽ പലയിടത്തും മരണം നടക്കുന്നുണ്ട്. പക്ഷെ അതിനെ ഇങ്ങനെ ഒരു സാധ്യതയാക്കി മാറ്റുകയും, ആന ആക്രമണത്തിൽ ഭാര്യ മരിച്ചു എന്നൊരാൾ പറയുകയാണ്. ഇപ്പൊ ആരാണ് ഇവിടെ പ്രതിയെന്ന് നമുക്ക് പറയാറായിട്ടില്ല. എങ്കിൽ പോലും ഭർത്താവ് നിരീക്ഷണത്തിലുണ്ട്. ഭർത്താവിനൊപ്പമാണ് സീത പോയിട്ടുള്ളത്, ബിനുവിനൊപ്പമാണ്. ഇതുവരെ നമുക്കറിയാവുന്ന കാര്യം അങ്ങനെയാണ്. ഏതായാലും അങ്ങനെ ഒരു സാധ്യത കൂടി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളത് അതൊരു വലിയൊരു ട്വിസ്റ്റ് അല്ലേ ശ്രീ ജോർജ് ജോസഫ്? ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇടുക്കി പീരുമേട് ആദിവാസി സ്ത്രീയെ അവരുടെ ഭർത്താവ് ക്രൂരമായി കൊന്നതിന് ശേഷം അത് ഒറ്റയാൻ ഒരാന കൊന്നതാണ് എന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ തട്ടിയെടുക്കാനുള്ള കിട്ടാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റിട്ടയേർഡ് SP ജോർജ് ജോസഫിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ പറയുന്നത്. അവരുടെ ഒരു അഭിപ്രായം ചർച്ചയിലുള്ളതാണ് പറയണേ. തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും ഈ രീതിയിൽ നമ്മളാരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ പീരുമേട് ഈ ഭാഗത്ത് മരിയഗിരി സ്കൂളിൻ്റെ പരിസരമൊക്കെ ഇപ്പം വലിയ ആനശല്യമുള്ള സ്ഥലമാണ്. അത് തന്നെയല്ല, ഇയാൾ മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട് ഉള്ള ആളാണ് ബിനു. ഇത് വാർത്തയൊക്കെ വന്നപ്പം സാധാരണ പോലെ എല്ലാവരും അങ്ങനെയല്ലേ ചിന്തിക്കുകയുള്ളൂ. കാരണം ഇത് ആനയുടെ അക്രമം നിരന്തരമുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പോലീസിന് ആദ്യം മുതൽ ചെറിയ സംശയം, ഫോറസ്റ്റുകാർക്ക് തീർച്ചയായിട്ടും ഒരു സംശയം വരും. ആന അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് അവിടെ നോക്കിയിട്ടുണ്ട്, ആന വന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണാം. അത് വരുന്ന റൂട്ട്, അതിൻ്റെ ഏരിയയിലുള്ള മരച്ചില്ലകളൊക്കെ ഒടിച്ച് അവിടെയൊക്കെ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു അറ്റാക്ക് ഉണ്ടാക്കി തീർച്ചയായിട്ടും ആ വശത്തുള്ള മരച്ചില്ലകളും അവിടെ ചെടികൾക്കൊക്കെ മാറ്റം ഉണ്ടാവും. ഫോറസ്റ്റ് അത് നോക്കിയപ്പോൾ അതൊന്നും കണ്ടില്ല. അപ്പോൾ ആന അവിടെ ആ സമയത്ത് വന്നില്ല എന്നാണ് അവരുടെ പ്രാഥമിക നിഗമനം. രണ്ടാമത്, അവരെ ഒരു വയറ്റിലെ ആനയുടെ അറിയാവില്ല കാൽപാദത്തിൻ്റെ ചുറ്റളവ്, ആ വയറിൻ്റെ അത്ര തന്നെ ഉണ്ടാവും. അത്ര ഏരിയ ചപ്പി അങ്ങ് താഴോട്ടേ പോവുള്ളൂ ഒരു ചവിട്ടിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് കാണുന്നത്. രണ്ടാമത്, ഇവരെ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർ നിരീക്ഷിച്ച 2-3 കാര്യങ്ങളുണ്ട്. കാരണം തലയുടെ ഇടതുവശത്തും വലതുവശത്തുമുള്ള പരിക്ക് ആനയുടെ ചവിട്ട് കൊണ്ടോ എറിഞ്ഞതുകൊണ്ടോ ഉണ്ടായതല്ല. കാരണം കല്ലുകൊണ്ട് ഇടിച്ച രീതിയിൽ അത് പ്രത്യേകത ഉണ്ടാവും. കല്ലിൻ്റെ മൊനവശമൊക്കെ ആ ഇടിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ എന്തായാലും ഇത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ആ മൂപ്പരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെട്ടിയോനെ. അതായത് ഈ സംഗതി അറിയാത്ത, ഇതെന്താണ് കേസ് എന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞത്. ഇടുക്കി പീരുമേട്ടിൽ ഒരു ആദിവാസി ഫാമിലി, ഭാര്യ, ഭർത്താവ്, 2 കുട്ടികൾ. ഇവർ അവിടെയുള്ള അവർ ബന്ധുക്കാരിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ട് വേറെ സ്ഥലത്ത് താമസിക്കുകയാണ്. അപ്പോൾ ഇവർ കാട്ടുവിഭവങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ യുവതിയും അവരുടെ ഭർത്താവും കൂടിയും കാട്ടിൽ ഒരു ദിവസം പോയിട്ട് ഇന്നലെ പോയിട്ട് കുട്ടികൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കാട്ടിലേക്ക് ഇവരെ പിന്നാലെ പോയപ്പോൾ കാണുന്നത് ഈ മരിച്ച അമ്മേനെ താങ്ങി പിടിച്ചിട്ട് അച്ഛൻ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ മാരകമായ മുറിവുകളാണുള്ളത്. മുറിവുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 സൈഡും എന്തോ ഇടിച്ചിട്ട് ഇതൊക്കെ ഉള്ളിലേക്ക് പോയ പോലെയുള്ള ഒരു അവസ്ഥയാണ്. അതേപോലെ റിബ് ഇവിടുത്തെ എല്ലൊക്കെ ശ്വാസകോശത്തേക്ക് പോയിട്ടുണ്ട്. 3 ആളുടെ എന്തോ അതുപോലെ ഇടുപ്പ് പൊട്ടിയിട്ടുണ്ട്. അതേപോലെ അടിവയർക്ക് എന്തോ ചവിട്ടിയ പോലുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഈ അടിവയർക്ക് ഇത് കാട്ടാന ആക്രമിച്ചതാണ് എന്നാണ് അവിടെ പറയുന്നത്. അതായത് ഈ മൂപ്പര് പറഞ്ഞത്, ഒറ്റയാൻ ആക്രമിക്കാൻ വന്നു, മൂപ്പരാതി ആനയുടെ മുന്നിൽ കയറി നിന്നു, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് പോലീസ് ചോദ്യം ചെയ്യൽ അതിൻ്റെ മുന്നിൽ മൂപ്പര് ഇത് മൊത്തം ജപ അടിക്കാൻ തുടങ്ങി. പിന്നെ വൈരുദ്ധ്യങ്ങൾ മൂപ്പരെ മൊഴികളിൽ വരാൻ തുടങ്ങി എന്നൊക്കെ പറയണത്. അപ്പോൾ ഇത് ഫോറസ്റ്റുകാർ വന്ന സമയത്ത് അവർ പറഞ്ഞു, അത് കണ്ടോടനെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഇത്തരം ആന അവിടെ വന്നിട്ടുള്ള ലക്ഷണങ്ങളൊന്നും ഇല്ലാന്ന്. ഇപ്പോൾ ആന അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അക്രമകാരിയായ രീതിയിൽ ആനയാണെങ്കിൽ തീർച്ചയായും ആ നിലത്ത് അവിടെയുള്ള ചെടികളിൽ ഇതിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് ഈ സ്ത്രീനെടുത്ത് വലിച്ചെറിയ ചവിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ചെടികളിലും പുല്ലിലൊക്കെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ആന വരുന്ന സമയത്ത് ഈ മരങ്ങളുടെ ചില്ലയൊക്കെ ഒടിച്ചിട്ട് അങ്ങനെയൊക്കെ വരികയെന്ന് എന്ന സംഭവം. അതേപോലെ തന്നെ ഇവിടെ നോക്കിയപ്പോൾ ഈ 2 സൈഡിലുള്ള മുറിവുകൾ നോക്കിയ സമയത്ത്
ഈ ആന ഇപ്പോൾ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഈ എന്തോ കല്ലുകൊണ്ട് എന്തോ കുത്തിയിട്ട് ഉള്ള രീതിയിലുള്ള മുറിവുകളായിരുന്നു എന്ന്. ഇനിയിപ്പോൾ പാറപ്പുറത്തേക്ക് അത് എറിയുകയാണെങ്കിൽ തന്നെ ആ പാറയുടെ കഷ്ണം അങ്ങനെ മുറിവാകുകയാണെങ്കിലും അത് ഇതുപോലെയല്ല വരിക. അപ്പോൾ ആരോ പാറയുടെ കല്ലുകൊണ്ട് അല്ലെങ്കിൽ കല്ലുകൊണ്ട് എന്തോ കുത്തിയിട്ട് ആക്കിയ പോലെയാണെന്ന്. അതേപോലെ ഇവിടെ വയറിൻ്റെ അവിടെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് വലിയ രീതിയിലാണ് അവിടെ പാടുണ്ടായിരിക്കുക, ഉള്ളിലേക്ക് ചപ്പിപ്പോവുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ അത് അങ്ങനെയല്ല ഉള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഫോറസ്റ്റുകാർക്ക് സംശയം വന്ന്. അപ്പോൾ ഫോറസ്റ്റുകാരത് പോലീസുകാരത് പറഞ്ഞ് അതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്യണം ഡോക്ടർക്കും ഡൗട്ട് അടിച്ച് പിന്നെ ഇയാളെ ചോദ്യം ചെയ്തതോടുകൂടി സംഗതി മനസ്സിലായി. ഇങ്ങനെയാണ് ചലയോട്ടിയും ആ മജ്ജയെല്ലാം കൂടെ അകത്തോട്ട് പോകും. അങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ ആ പാറ്റേണ് ഹെഡ് ഇഞ്ചുറിയുടെ പാറ്റേൺ കണ്ടപ്പോൾ തന്നെ സംശയം. അതായത് ആനയ്ക്ക് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയില്ല. എടുത്തെറിഞ്ഞാൽ തന്നെ എവിടെയെങ്കിലും ചെന്ന് കല്ലേ ചെന്ന് തല അടിച്ച് വീണിട്ടുണ്ടെങ്കിൽ ആ വശം മാത്രമേ പൊട്ടുള്ളൂ. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിലൊരു റഫ് കോണ്ടാക്റ്റ് കൊണ്ടാണ് തലയിലെ ഇരുവശത്തും ഉണ്ടായ മുറിവെന്നാണ് ഡോക്ടർമാരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. തുടക്കം മുതൽ ഇതൊരു സംശയം തന്നെയായിരുന്നു ഫോറസ്റ്റുകാർക്കും. ഫോറസ്റ്റുകാർ അത് അന്നേരം തന്നെ അവിടുത്തെ DYSPയുടെ അടുത്ത് പറഞ്ഞിരുന്നു. അവർക്കും സംശയം തന്നെയുണ്ട്. പക്ഷേ ഇവർ താമസിക്കുന്ന വീടിൻ്റെ പരിസരത്ത് ഒക്കെ അന്വേഷിച്ചാൽ ഇവർ തമ്മിൽ എന്തെങ്കിലും റിഫ്റ്റ് ഉണ്ടോയെന്ന്. കാരണം അതിൻ്റെ പരിസരത്തൊന്നും അധികം പേരൊന്നും കാണിക്കുന്ന താമസക്കാരുണ്ടാവും, അല്ലെങ്കിൽ അകന്നൊക്കെ ആയിരിക്കും എല്ലാവരും കഴിയുന്നത്. വലിയ കോണ്ടാക്റ്റ് ഒന്നും കാണത്തില്ല. ഇയാൾ നേരത്തെ പീരുമേടിനടുത്ത് വെള്ളപ്പൊക്കം ആ സ്ഥലത്തു നിന്ന് അയാൾ മാറി ഇപ്പം ഈ പുതിയ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. പിന്നെ ഒരു കോൺട്രഡിക്ഷൻ അയാളുടെ സ്റ്റേറ്റ്മെൻറ്റിലെല്ലാം വന്നു കഴിഞ്ഞു. കാരണം കുട്ടികൾ ആദ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പിന്നീട് കുട്ടികൾ ഇപ്പം കണ്ടിട്ടില്ല എന്ന് കുട്ടികൾക്ക് ചിലപ്പം അച്ഛനെടുത്തോ അച്ഛൻ്റെ തീരുമാനത്തിന് അപ്പുറത്തോട്ട് അതുങ്ങളുടെ മനസ്സിലോട്ട് കയറില്ലായിരിക്കാം. അപ്പം ഒന്നിച്ച് കുട്ടികളുമായിട്ട് വന്നു, കാട്ടിൽ പോയി അവിടുത്തെ മലമ്പട്ട ഇവരുടെ ഈ സാധനങ്ങൾ കാട്ടിലെ സാധനങ്ങൾ ശേഖരിക്കാൻ പോയി എന്നുള്ള ആ വാർത്തകൾക്കൊന്നും വലിയ പ്രശ്നമില്ല. കാരണം അയാളും ഭാര്യയും, കാരണം ബിനുവും ഭാര്യയും മുന്നിൽ പോയിരിക്കും. കുട്ടികൾ രണ്ടാമത് വന്ന് ചേർന്നിരിക്കുന്നു. കുട്ടികളുടെ അടുത്ത് വരുമ്പം ഇയാൾ ഭാര്യയെ ചുമന്നുകൊണ്ട് വരുന്നതായിരിക്കാം കണ്ടിരിക്കാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെ ആയിരിക്കണം. പിന്നെ ഇതിനകത്ത് അയാളുടെ മോട്ടീവ് എൻ്റെ ഒരു ധാരണ അവർ തമ്മിൽ ചിലപ്പോൾ റിഫ്റ്റ് ഒന്നും കാണാൻ സാധ്യത കുറവാണ്. പക്ഷെ പണം മോഹിച്ച് ചെയ്തോ ഇല്ലയോ എന്ന്. കാരണം ഇത് വിശ്വസിക്കും 12 ലക്ഷം രൂപ ഒന്നിച്ചെങ്കിൽ പോരില്ലേ. അതായത് കാട്ടാനയുടെ ആക്രമണത്തിലെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലൊക്കെ എമൗണ്ട് കിട്ടുമല്ലോ ഗവൺമെൻറ്റിൽ നിന്ന്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഭാര്യനെ കൊന്നതായിരിക്കും എന്നാണ് ഇവിടെ മൂപ്പര് പറയുന്നത്. അത് അവിടെയാണ് എനിക്ക് സംശയം. കാരണം അതൊരു അയാളല്ലാതെ ഭാര്യയായിട്ട് ഒരു എതിർപ്പുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും ചിലപ്പം കാണത്തില്ല. ഇയാൾ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്ത് പൈസയ്ക്ക് ഒരു നിവൃത്തിയില്ല. നിങ്ങൾ കാട്ടിൽ നിന്നുള്ള സാധനം ശേഖരിച്ച് വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്നതാണ്. അപ്പം ഒരു മോഹം തോന്നിക്കാണും. ഇതിപ്പോൾ ഈസിയായിട്ട് 12 ലക്ഷം രൂപ. ഇത് ശല്യം രൂക്ഷമാണ്. 10 ലക്ഷം. അതിന് തൊട്ട് മുൻപത്തെ ദിവസത്തിലൊക്കെ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ തന്നെ പലതരത്തിൽ വാർത്തകൾ കൊടുത്തിട്ടുള്ളതാണ്. വണ്ടിപ്പെരിയാറിൽ തന്നെ കഴിഞ്ഞ ദിവസം രാവിലെ ഒരു കാട്ടാന ആക്രമണം ഉണ്ടാവുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നൊക്കെയുള്ള വാർത്ത നമ്മൾ കൊടുക്കുകയും ചെയ്തപ്പോഴും അപ്പോൾ ആദ്യമായി ഇത് കേൾക്കുമ്പോൾ നമുക്കും ഇതിലൊരു അസ്വാഭാവികതയൊന്നും തോന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിയോടെ ഇത് ആരാണെങ്കിലും, ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും അത് അങ്ങനെ ആസൂത്രണം ചെയ്ത് അങ്ങനെ ഒരു കഥ മെനഞ്ഞുണ്ടാക്കി അല്ലേ? അത് തന്നെ ഞാൻ കരുതുന്നത്. അല്ലാതെ വൈഫുമായിട്ടൊരു റിഫ്റ്റ് ഒന്നും കാണത്തില്ല. കാരണം അവരൊക്കെ രണ്ടു കൂട്ടരും ഒരുപോലെ അധ്വാനിച്ച് കഴിഞ്ഞ് പോകുന്നവരാണ്. അപ്പോൾ ഇയാളുടെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയായിരിക്കണം. കാരണം ഈസിയായിട്ട് 12 ലക്ഷം രൂപ കിട്ടും. ഭാര്യ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ വേറൊരിടത്തിലെ വിളക്കെട്ട 2 കുട്ടികളുണ്ട്, സുഭിക്ഷമാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇയാൾ ആ രീതിയിൽ വൈഫിനെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞതെന്ന് എനിക്ക് കരുതുന്നു. കാരണം പണം മോഹിച്ച് തന്നെ, വേറൊന്നും ആലോചിക്കാനില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് അന്വേഷിച്ചാൽ ഇവർ തമ്മിൽ റിഫ്റ്റുകളൊന്നും കാണത്തില്ല. വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ കട്ടിപ്പോയി ശേഖരിച്ച് സാധനം വാങ്ങിച്ച് കൊണ്ട് കൊടുത്ത് ആ കാശ് കൊണ്ട് ജീവിക്കുന്നവരാണ്. അതിനപ്പുറം ഒന്നും അവർ ചിന്തിക്കാറില്ല. അപ്പോൾ ഇയാളെ തീർച്ചയായിട്ടും വാച്ച് ചെയ്യണം. അവർ പറഞ്ഞല്ലോ ഈ സംഭവത്തിന് ശേഷവും ഇയാൾ ആദ്യം പറഞ്ഞതിനകത്തൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഇയാൾ പറഞ്ഞ് ഇയാൾ ആന വന്നപ്പോൾ ഇയാൾ അത് തടയാൻ മുന്നേ കയറി നിന്നു എന്ന്. അതത്ര നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. രണ്ടാമത് ഇയാള് അങ്ങനെ ഒരാന വന്നാൽ ആരെങ്കിലും കയറി എല്ലാവരും ഓടി രക്ഷപ്പെടുകയുള്ളൂ. നേരെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി ആനയുടെ മുമ്പിൽ ആനയെക്കാളും പവറുള്ള ആളാണോ ഇയാൾ? കയറി നിന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇയാൾ. അവിടെ കൊണ്ട് തെറ്റി. അവിടെ മൂലം സംശയമായി തുടങ്ങി. അല്ല, അതായത് ഇപ്പൊ തന്നെയും ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി എറിഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ ആ തരത്തിലേക്കുള്ള പരുക്കൊന്നും കാണാനില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ചില പാളിച്ചകൾ വന്നിട്ടുണ്ട്.
കോൺട്രഡിക്ഷൻ, നല്ല കോൺട്രഡിക്ഷൻ വന്നിട്ടുണ്ട്. അത് തന്നെയല്ല, ഇയാൾ അവരെ ചവിട്ടി, അയാളുടെ ചവിട്ടും ആനയുടെ ചവിട്ടും രണ്ട് രീതിയിലാണ്. അയാളുടെ ചവിട്ടിൽ ആ കാലിൻ്റെ അത്രയല്ലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻ ആ രീതിയിലുള്ള, പക്ഷേ ആനയുടെ ചവിട്ടിന് മൊത്തമായിട്ടുള്ള ഓർഗൻസ് മുഴുവൻ ചപ്പിപ്പോവും. അത്ര വലിയൊരു ചവിട്ടാണ്. അപ്പോൾ അതുണ്ടായിട്ടില്ല ഇവിടെ. അത് ഡോക്ടർക്ക് സംശയമായി കാണും. അത് എന്തല്ലേ ഒരവസ്ഥ ആലോചിക്കില്ലേ. ഇനി വേറെ ആരെങ്കിലും കൂട്ടുപിടിച്ചിട്ട് ഇയാളങ്ങനെ കൊന്നതാണെങ്കിലോ, അല്ല നമ്മളിങ്ങനെ വെറുതെ അത് അങ്ങനെയോ ഇങ്ങനെയോ എന്ന് പറഞ്ഞിട്ട് തരികയല്ലേ. എന്തായാലും ഒരു അവസ്ഥ ആലോചിക്കില്ലേ. ഇപ്പോൾ കാട്ടുപന്നിയുടെ ആക്രമണം കുറേ വരുന്നുണ്ട്, അതുകൊണ്ട് കാട്ടുപന്നീനെ വന്യമൃഗമായിട്ട് കണക്കാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചർച്ച ഇങ്ങനെ നടന്നുണ്ട്. പിന്നെ ആനയുടെ ആക്രമണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണം, അതിൻ്റെ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങനെ ഒരു കൊലപാതകം. എന്തല്ലേ.